ഭയങ്കര ബുദ്ധിമുട്ടിലായിപ്പോയി. എൻ്റെ വീടും സ്ഥലമെല്ലാം കൂടെ ലോണിലിരിക്കുകയായിരുന്നു. അത് പിന്നെ ഞാൻ വേറെ പലിശയ്ക്ക് പൈസ എടുത്താണ് ആ ലോൺ ക്ലോസ് ചെയ്തിട്ട് ഇവർക്ക് പ്രമാണം എടുത്തു കൊടുത്തത്. പെട്ടെന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ സമീപത്തൊരു വീട് ഏകദേശം 8 മാസത്തോളം ഞാൻ വാടക കൊടുത്തിട്ടിരുന്നു. അന്നെല്ലാവരും പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. പക്ഷേ നമുക്ക് ഇവരുടെ ഈ ഇടപെടൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഏത് നിമിഷവും നമ്മൾ ഇറക്കി വിടും എന്നുള്ള രീതിയിലാണ്. ഇപ്പം വീടും വസ്തുവും കൂടെ വിൽക്കാനും പറ്റൂല, ലോൺ എടുക്കാനും പറ്റൂല. അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെയാണ് പോണത്. ആദ്യ സംസ്ഥാനത്തിൻ്റെ എന്ന് പറഞ്ഞ് ഇപ്പോൾ മന്ത്രിസഭ മാറി വന്നു, പിന്നെ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ എന്ന് പറയുന്നു. നമുക്കിപ്പം ഒരു പാർട്ടിയിലും വിശ്വാസമില്ലാത്ത സ്ഥിതിയായി. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഇലക്ഷൻ വരെ ഇവിടെ ബഹിഷ്കരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ ബാക്കി എല്ലാ ഏർപ്പാടും കൂടെ വന്നിട്ടല്ലേ, കേന്ദ്രത്തിൻ്റെയും എല്ലാം കൂടെ വന്നാലേ നമുക്ക് പൈസ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ. നമസ്കാരം. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് വരുന്നതുമായി ബന്ധപ്പെട്ട് 2022 തലസ്ഥാനത്തെ നിരവധി പേരുടെ ഭൂമി അടക്കം ഗവൺമെൻറ് അറ്റാച്ച് ചെയ്യുന്നത്. അതായത് അവരുടെ ഭൂമിയും കിടപ്പാടവും അടക്കമുള്ളവയുടെ പ്രമാണങ്ങളെല്ലാം തന്നെ സർക്കാർ ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ വാങ്ങിവെക്കുന്നു. ഇതിനെ തുടർന്ന് 2-3 മാസങ്ങൾക്കുള്ളിൽ ഇവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ അന്ന് പറഞ്ഞിരുന്നു. ഇന്നേക്ക് 4 വർഷം പിന്നിടുകയാണ്. ഇപ്പോഴും അവർക്ക് നഷ്ടപരിഹാരം ഒന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് പ്രകാരം വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടുള്ള പാരിസ്ഥിതിക അനുമതി ലഭിച്ചു എന്നുള്ളതാണ്. 4 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ പാരിസ്ഥിതിക അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നിരവധി പ്രൊസീജിയറുകൾ നിലവിലിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ഒരു 100 ഹെക്ടർ ഭൂമിയാണ് ഈ ഒരു ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവരുടെ പ്രമാണങ്ങളടക്കം സർക്കാരിൻ്റെ കൈവശമാണ് ഉള്ളത്. 4 വർഷത്തിനിടയിൽ ഈ ഒരു ഭൂമിയിൽ ഒന്നും തന്നെ നടത്താൻ കഴിയാത്ത സാഹചര്യം. അതായത് ഒരു മരത്തിൻ്റെ ചില്ല പോലും വെട്ടാൻ കഴിയില്ല. പഴക്കം ചെന്ന വീടുകൾ ഉൾപ്പെടെ മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ പ്രദേശവാസികളും ഭൂവുടമകളും എല്ലാം തന്നെ നിലവിലിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പറഞ്ഞു വെക്കേണ്ടത് ഈ പാരിസ്ഥിതിക അനുമതി ലഭിച്ചത് വലിയ ആശ്വാസം തന്നെയാണ്. അതുമാത്രമല്ല, ഇനി കേന്ദ്ര ക്യാബിനറ്റിൻ്റെ അംഗീകാരം കൂടി ലഭിച്ചാൽ മാത്രമേ ഈ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി പൂർണ്ണമായും നടപ്പിലാവുകയുള്ളൂ. അതുകൂടാതെ ഈ ഒരു പ്രദേശവാസികൾക്കും അവരുടെ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടും പൂർണ്ണമായും നഷ്ടപരിഹാരം നാട്ടുകാർക്ക് ലഭിക്കുക. ഈ കേന്ദ്ര അനുമതി ലഭിച്ചാൽ മാത്രമേ ഈ ഒരു നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭ്യമാകൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു പാരിസ്ഥിതിക അനുമതി ചെറിയ ആശ്വാസം നൽകുന്നുണ്ട് ഈ ഒരു ജനങ്ങളെ സംബന്ധിച്ച്. അവർ തന്നെ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. എൻ്റെ പേര് അജയ്, പ്രമോദാണ്. അജയൻ എന്നാണ് വിളിക്കുന്നത്. എപ്പോഴായിരുന്നു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തത്? 2022 ആ. വേറെ ബുദ്ധിമുട്ടിലായോ? പിന്നീട് വേറെ ബുദ്ധിമുട്ടിലായെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടിലായിപ്പോയി. എൻ്റെ വീടും സ്ഥലമെല്ലാം കൂടെ ലോണിലിരിക്കുകയായിരുന്നു. അത് പിന്നെ ഞാൻ വേറെ പലിശയ്ക്ക് പൈസ എടുത്താണ് ആ ലോൺ ക്ലോസ് ചെയ്തിട്ട് ഇവർക്ക് പ്രമാണം എടുത്തു കൊടുത്തത്. ഇപ്പം മോനെ പഠിക്കാൻ ഇതുപോലെ പറഞ്ഞയക്കണമെങ്കിൽ ലോൺ എടുക്കാൻ വെച്ചു. ഇപ്പോൾ പ്രമാണം വെച്ചാലേ പുറത്തേക്ക് ലോൺ തരുവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അത് നടത്താൻ പറ്റിയില്ല. പിന്നെ അതും പലിശയ്ക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെ പലിശയെല്ലാം കൂടെ വലിയൊരു എമൗണ്ടാണ് ഇപ്പോൾ മാസം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കിട്ടാതെ എനിക്ക് യാതൊരു മാർഗവും ഇല്ലാത്ത ഒരവസ്ഥയിലായി. ഇപ്പം വീടും വസ്തുവും കൂടെ വിൽക്കാനും പറ്റൂല, ലോൺ എടുക്കാനും പറ്റൂല. അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെയാണ് പോണത്. സത്യം പറഞ്ഞാൽ അന്ന് എത്ര ലോൺ എടുത്തിരുന്നു? അന്ന് 5 ലക്ഷം വരെ എടുത്തിരുന്നു. ഞാൻ 4 ലക്ഷത്തി എത്രയാണ് എടുത്തത്. കുറേ അടച്ചു. പിന്നെ ഞാൻ 5,50,000 എന്തോ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്താണ് അവർക്ക് പ്രമാണം എടുത്തു കൊടുത്തത്. 4 വർഷമായി. അതിൻ്റെ പലിശ കൊടുക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ വേറൊരു വീടിനും വസ്തുവിനും കൂടെ ഞാൻ കൊണ്ടുവന്ന് അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ അതിന് നല്ലൊരു പൈസ അത് അഡ്വാൻസ് കൊടുക്കേണ്ടി വന്നു. അവർക്ക് ബുദ്ധിമുട്ടായപ്പോഴാണ് അവർ വിൽക്കാൻ പോയത്. അപ്പോഴും ഞാൻ കൊണ്ടുവന്ന് അഡ്വാൻസ് കൊടുക്കുകയായിരുന്നു. അത് നല്ല പലിശയ്ക്ക് എടുത്താണ് അഡ്വാൻസ് കൊടുത്തത്. എല്ലാം കൂടെ പ്രോപ്പർട്ടി സർക്കാർ ഏറ്റെടുത്തത് കൊണ്ട് ഒരു മരത്തിൻ്റെ ചില്ല പോലും വെട്ടാനും പറ്റാത്ത അവസ്ഥയിൽ വീട് മെയിൻ്റെനൻസ് ചെയ്യാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റില്ല. അങ്ങനെ കിടന്ന് എല്ലാം കൊണ്ടും വലിയ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
പാരിസ്ഥിതിക അനുമതി ലഭിച്ചിരിക്കുകയാണ്, ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ടോ? ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ ബാക്കി എല്ലാ ഏർപ്പാടും കൂടെ വന്നിട്ടല്ലേ, കേന്ദ്രത്തിൻ്റെയും എല്ലാം കൂടെ വന്നാലേ നമുക്ക് പൈസ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അന്ന് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുമ്പോൾ ഉടൻ തന്നെ തുക ലഭിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അന്ന് എന്തായിരുന്നു പറഞ്ഞത്? അന്ന് പറഞ്ഞത് 2 മാസത്തിനകത്ത് എല്ലാം റെഡിയാവും, നിങ്ങൾ 2 മാസത്തിനകത്ത് വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ചെന്ന് പ്രമാണം ഇവർക്ക് എടുത്തു കൊടുത്തത്. ഞാൻ ഈ സമയത്ത് താമസിക്കുന്നതാണ്. അപ്പോൾ 2022 ഒക്ടോബർ കാലയളവിലാണ് ഇവിടെ ആദ്യമായിട്ട് ഈ മഞ്ഞക്കുറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടിട്ടത്. തുടർന്ന് വളരെ പെട്ടെന്ന്, അതൊരു 45 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ, അതായത് ഫോറസ്റ്റ്, റവന്യൂ, മറ്റ് അളക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ അവരെല്ലാം വന്ന് എത്രയും പെട്ടെന്ന് നമ്മളെ ഡോക്യുമെൻറ്റ്സ് അവിടെ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞതുകൊണ്ട് വില്ലേജ് ഓഫീസിലും രജിസ്റ്റർ ഓഫീസിലൊക്കെ നമ്മൾ ഡബിൾ ഫീസ് കൊടുത്തിട്ടാണ് ഇത് ഓരോന്ന് വാങ്ങി ഈ കൊല്ലോട് ഭാഗത്തുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഏപ്രിൽ 4-ാം തീയതിക്ക് മുന്നേ, അതായത് മെയ് ലാസ്റ്റ് തൊട്ട് ഏപ്രിൽ 4-ന് മുന്നേ നമ്മുടെ പ്രമാണങ്ങളെല്ലാം ഹാജരാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഓടി നടന്ന്, അതായത് എത്രയും പെട്ടെന്ന് ഇതുകൊണ്ട് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാശും ചിലവാക്കി സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് കൊടുത്തൊരു 2 മാസം വരെ എല്ലാ ദിവസവും രാവിലെ ഈ ഉദ്യോഗസ്ഥർ കാറും എടുത്തിട്ട് വീട്ടിൽ വരും. പല ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് വൈദ്യുതി ഭവനിൽ നിന്ന് വരെ ഈ റോഡ് പോകുന്ന 45 മീറ്ററിൻ്റെ അടിയിൽ കൂടെ കേബിൾ ഇടാൻ വേണ്ടിയിട്ട് അവർ വരെ വന്ന് നോക്കിയിട്ട് പോയി. അപ്പോൾ അത്രയും വിശ്വാസം നമുക്ക് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ഞാൻ ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും അത് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. വേറെ അവർ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് അതിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് എൻ്റെ വീട്ടിലൊരു വയസ്സായ അമ്മയുണ്ട്. അപ്പം അവർ ഇവിടങ്ങളിലെ അമ്പലത്തിലും അങ്ങനെയൊക്കെ അത്യാവശ്യം കാര്യങ്ങൾക്ക് പോകണോണ്ട് നമുക്ക് ഈ നാട് വിട്ട് മാറിപ്പോകാൻ കാര്യം ജനിച്ചു വളർന്നതല്ല ഇവിടെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക ബുദ്ധിമുട്ട് അതിനകത്തുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ സമീപത്തൊരു വീട് ഏകദേശം 8 മാസത്തോളം ഞാൻ വാടക കൊടുത്തിട്ടിരുന്നു. അന്നെല്ലാവരും പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. പക്ഷേ നമുക്ക് ഇവരുടെ ഈ ഇടപെടൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഏത് നിമിഷവും നമ്മൾ ഇറക്കി വിടും എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇവർ കാണിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ 50 സെൻറ്റ് വസ്തു ഒരാളിനുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു 15 സെൻറ്റ് റോഡ് പോകുന്നുള്ളെങ്കിൽ ഈ ബാക്കി കിടക്കുന്ന 35 സെൻറ്റ് ഒരു കുഞ്ഞിന് ഒരു കല്യാണ ആവശ്യത്തിന് എഴുതി കൊടുക്കാനോ, നമുക്കൊരു അസുഖം വന്ന് 10 സെൻറ്റ് അതിൽ നിന്ന് വിറ്റ് നമുക്ക് ചികിത്സ നേടാനോ യാതൊരുവിധ പരിപാടിയും ഇല്ല. സാധാരണ കേരളത്തിൽ പല സ്ഥലത്തും കല്ലിട്ടിട്ട് പോയിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ കല്ലിട്ടിട്ട് പോയിട്ടുണ്ട്. അവരെയൊന്നും ഇങ്ങനെ ഡോക്യുമെൻറ്റ്സ് വാങ്ങി നമ്മളെ പറ്റിച്ചിട്ടില്ല. അത് ആദ്യ സംസ്ഥാനത്തിൻ്റെ എന്ന് പറഞ്ഞ് ഇപ്പോൾ മന്ത്രിസഭ മാറി വന്നു, പിന്നെ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ എന്ന് പറയുന്നു. നമുക്കിപ്പം ഒരു പാർട്ടിയിലും വിശ്വാസമില്ലാത്ത സ്ഥിതിയായി. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഇലക്ഷൻ വരെ ഇവിടെ ബഹിഷ്കരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അത് വലുതായിട്ട് വിജയിച്ചില്ല. കാരണം എന്ന് പറയുമ്പം ഈ 45 മീറ്റർ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് നാവായിക്കുളം വരെ. നമുക്കിപ്പോൾ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണെങ്കിൽ നമുക്ക് പരമാവധി ആളുകളെ സംഘടിപ്പിച്ച് ഒരു സമരം ചെയ്യാൻ, എന്നിട്ട് നമ്മൾ സെക്രട്ടേറിയറ്റ് നടയിലും കളക്ടറേറ്റിലും നമ്മുടെ ഇവിടുത്തെ തഹസിൽദാർ, സ്പെഷ്യൽ തഹസിൽ ഓഫീസുണ്ട് വിളപ്പിച്ചാൽ, അവിടെ എല്ലാം ഓരോരോ സമരങ്ങൾക്ക് നമ്മളാവുന്നത് അത് നമ്മളെ കയ്യിലെ പൈസയും ചിലവാക്കിയാണ് പോകുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് നമ്മളെ ഒരു പറ്റിക്കൽ പരിപാടിയായിട്ടാണ് ഇതുവരെ തോന്നിയിരുന്നത്. പക്ഷേ ഇന്നലെയൊക്കെ പറയുന്നു പാരിസ്ഥിതിക അനുമതി ആയി എന്ന് പറയുന്നു. ഇനി ഇത് ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കാനുണ്ട്, അതിൻ്റെ അപ്രൂവൽ വാങ്ങണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും തടസ്സം വന്നാൽ ഇത് പഴയതുപോലെ അങ്ങ് പോകും. ഇനി നീണ്ടുപോകുമോ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. കാര്യം ഇത്രയും കാലം നമുക്ക് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ നമുക്ക് ഇത് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമെന്നൊരവസ്ഥ വന്നുകൊണ്ടാണ് പലരും പല രീതിയിൽ ഈ കയ്യിലില്ലാത്ത പൈസ ചിലവാക്കി വീട് വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തും ഈ കെട്ടിടം വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പൈസ കൊടുത്തിട്ട്, അതായത് 10 ലക്ഷം രൂപ വരെ കൊടുത്തിട്ട് അവരുടെ ഇഷ്ടാനുസരണം ചെയ്ത വീടുകളുണ്ട്. ആ വീടിപ്പോൾ അയാൾ ഇവർക്കും കൊടുക്കൂല, ഇവരെ കൊണ്ട് വാങ്ങാൻ കാശുമില്ല. പിന്നെ പലരും ഇന്ന് സ്വർണ്ണം അതും ഇതൊക്കെ കടം വാങ്ങി ബാങ്കിൽ, ഇപ്പം നേരത്തെ സംസാരിച്ച പുള്ളി പറഞ്ഞതുപോലെ ബാങ്കിൽ കൊണ്ടുവന്ന് അടച്ചിട്ട് ബന്ധുക്കളെ നിന്നൊക്കെ വാങ്ങി കൊണ്ടടച്ചിട്ട് പ്രമാണം എടുത്ത് ഇവർക്ക് കൊണ്ടുകൊടുത്തു. ഇപ്പോൾ ബന്ധുക്കളുമായിട്ട് വരെ ആൾക്കാർ അങ്ങോട്ട് ചെന്ന് പിണങ്ങി നിൽക്കുകയാണ്. കാര്യം ഈ സ്വർണ്ണം എടുത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അപ്പോൾ പ്രതീക്ഷ ഇല്ല എന്നല്ല, ഇന്നലെ പറഞ്ഞ ആ പരിസ്ഥിതി അനുമതിയുടെ ബാക്കിയുള്ള നടപടികൾ കൂടെ, അതായത് ക്യാബിനറ്റ് പാസ്സാക്കി അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കും. ഇതിനേക്കാളും അപ്പുറം വരെ നമ്മൾ വിശ്വസിച്ചിരുന്നവരാണ് പല ഘട്ടത്തിലും. അതൊന്നും നടന്നിട്ടില്ല. എന്തായാലും 4 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നത്. ഇനി കേന്ദ്ര ക്യാബിനറ്റിൻ്റെ കൂടി അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. അതും നീണ്ടുപോകുമോ എന്നുള്ള ആശങ്ക ഇവിടുത്തെ നാട്ടുകാർക്കും അതുകൂടാതെ ഈ ഭൂമി ഏറ്റെടുക്കപ്പെട്ട ഈ ഒരു പ്രദേശവാസികൾക്കും എല്ലാവർക്കും തന്നെയുണ്ട്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.